നമസ്കാരം, ഞാൻ സംഗീത. ന്യൂസ് ആഫ്റ്റർനൂണിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം പോകാം പ്രധാന തലക്കെട്ടുകളിലേക്ക്. അരവിന്ദ് കെജ്രിവാൾ വീണ്ടും ജയിലിലേക്ക്. 21 ദിവസത്തെ ഇടക്കാല ജാമ്യ കാലാവധി അവസാനിച്ചു. രാജ്ഘട്ടിൽ പുഷ്പാർച്ചനയും ഹനുമാൻ ക്ഷേത്ര ദർശനവും നടത്തി മടക്കം. ഇന്ത്യ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ മുന്നണി ഇന്ത്യ യൂണിയന് ആത്മാവ് വന്നിനില്ല, വരാൻ പോകുന്നേയുള്ളൂ. അപ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിജയം ആ മുന്നണിക്കുണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതിന്റെ അർത്ഥം ഇന്ത്യ ഭരിക്കുമെന്നല്ല. ഇന്ത്യ മുന്നണിയിൽ പ്രതീക്ഷയില്ലെന്ന KPCC പ്രസിഡന്റ്. മുൻവർഷത്തേക്കാൾ നില മെച്ചപ്പെടുത്തിയേക്കുമെന്ന വിലയിരുത്തൽ. കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സഖ്യത്തിന് ആത്മാവില്ലെന്നും കെ സുധാകരൻ. എക്സിറ്റ് പോളിനെ മോദി മീഡിയ പോൾ എന്ന് പരിഹസിച്ച രാഹുൽ ഗാന്ധി. BJPക്ക് വൻ വിജയം പ്രവചിച്ച എക്സിറ്റ് പോൾ ഫലങ്ങൾ തള്ളിയ രാഹുൽ ഇന്ത്യക്ക് 295 സീറ്റുകൾ നേടുമെന്നും പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രിയുടെ ഭാവനയാണ് പുറത്തുവന്ന ഫലങ്ങളെന്നും രാഹുൽ. എക്സിറ്റ് പോളുകളിൽ വിശ്വാസമില്ലെന്ന് രമേശ് ചെന്നിത്തല. നരേന്ദ്രമോദിക്കെതിരെ രാജ്യത്ത് വികാരം ശക്തമാണ്. ഇന്ത്യ മുന്നണിക്ക് വലിയ സാധ്യതയുണ്ടെന്ന് വിശ്വസിക്കുന്നു. കേരളത്തിൽ 20ഇടത്തും UDF വിജയിക്കും. BJP അക്കൗണ്ട് തുറക്കില്ലെന്നും രമേശ് ചെന്നിത്തല. പാരീസ് ഒളിമ്പിക്സിന് യോഗ്യത നേടി ഇന്ത്യൻ ബോക്സർ അമിത് പാങ്കൽ. ബാങ്കോക്കിലെ യോഗ്യതാ ചാമ്പ്യൻഷിപ്പിൽ 51 കിലോ വിഭാഗത്തിൽ സെമിയിലെത്തി. ക്വാർട്ടർ ഫൈനലിൽ ചൈനീസ് താരത്തെ തോൽപ്പിച്ച് നേട്ടം. പാരീസ് യോഗ്യത ഉറപ്പിക്കുന്ന 5ാമത്തെ ഇന്ത്യൻ ബോക്സർ. എക്സിറ്റ് പോൾ ഫലങ്ങൾ തള്ളി KT ജലീൽ MLA. കേരളത്തിൽ UDFും LDFും ഒപ്പത്തിനൊപ്പം സീറ്റുകൾ നേടും. ഈ തെരഞ്ഞെടുപ്പോടെ BJP കേരളത്തിൽ നിന്നും പിൻവാങ്ങേണ്ടി വരുമെന്നും KT ജലീൽ. പൊന്നാനി ഇടതുപക്ഷത്തിന് അപ്രാപ്യമല്ലെന്നും ജലീൽ. കേരളത്തിൽ BJPക്ക് കോഴിമുട്ട സ്ഥിതിയായിരിക്കുമെന്ന് K മുരളീധരൻ. ആറ്റിങ്ങലിൽ BJP ജയിക്കുമെന്ന് കേട്ട് V മുരളീധരൻ തന്നെ ബോധം കെട്ടുകാണമെന്ന് പരിഹാസം. തൃശൂരിൽ BJP 2ാം സ്ഥാനത്തെത്തിയാൽ കുറ്റക്കാരൻ പിണറായി വിജയൻ മാത്രമെന്നും K മുരളീധരൻ. ന്യൂസ് മലയാളം ബിഗ് ഇംപാക്ട്. കേസ് ഓട്ടോ വെബ്സൈറ്റിലെ അവയവമാറ്റ കണക്ക് അവ്യക്തതയിൽ അന്വേഷണം തുടങ്ങി. പോസ്റ്റ് ട്രാൻസ്പ്ലാന്റ് ഓഡിറ്റ് ആരംഭിച്ച് കേസ് ഓട്ടോ. ട്രാൻസ്പ്ലാന്റ് സെന്ററുകളിലും പരിശോധന. നടപടി ന്യൂസ് മലയാളം വാർത്തയ്ക്ക് പിന്നാലെ. കൊച്ചി കേന്ദ്രീകരിച്ചുള്ള അവയവക്കടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. പിടിയിലായ ബെല്ലം രാമപ്രസാദ് അവയവക്കടത്ത് സംഘത്തിലെ തലവന്മാരിൽ ഒരാളെന്ന് പോലീസ്. ഇറാനിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചിരുന്നത് മധുവെന്ന വ്യവസായി. പണം എത്തിയിരുന്നത് മധുവിന്റെ കമ്പനി അക്കൗണ്ടിലേക്കെന്നും നിഗമനത്തിൽ പോലീസ്. വടകരയിൽ വിജയം സുനിശ്ചിതമെന്ന് ഷാഫി പറമ്പിൽ. ഇത്തവണ ഇടതു വോട്ടുകൾ പോലും തനിക്ക് ലഭിക്കും. കേരളത്തിൽ UDF തരംഗം ഉറപ്പെന്നും BJPക്ക് സീറ്റ് കിട്ടില്ലെന്നും ഷാഫി പറമ്പിൽ. എക്സിറ്റ് പോൾ വെറും സ്റ്റേജ് മാനേജ്മെന്റ് എന്ന ആന്റോ ആന്റണി. 1ഉം 2ഉം സ്ഥാനങ്ങൾ BJPക്ക് കേരളത്തിൽ ഒരിടത്തും നേടാനാവില്ല. മറിച്ചെങ്കിൽ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിന് മാത്രമെന്നും ആന്റോ ആന്റണി. പത്തനംതിട്ടയിൽ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും ആന്റോ. എക്സിറ്റ് പോളുകൾ തെറ്റിയ ചരിത്രമുണ്ടെന്ന് ഷിബു ബേബി ജോൺ. ഫലം വരുമ്പോൾ ഈ ചരിത്രം ആവർത്തിക്കുമെന്നതാണ് പ്രതീക്ഷ. BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കില്ല. പ്രകാശ് ജാവേദ്കറെ കണ്ടത് എന്തിനെന്ന് EP ജയരാജൻ ജനങ്ങളോട് പറയണമെന്നും ഷിബു ബേബി ജോൺ. മുസ്ലിം ലീഗ് പ്രവേശനം നിഷേധിച്ച അഹമ്മദ് ദേവർകോവിൽ. ലീഗുമായി ചർച്ച നടത്തിയിട്ടില്ല. വാർത്തയ്ക്ക് പിന്നിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയവർ. ഇടത് നിലപാടിൽ കരിനിഴൽ വീഴ്ത്താമെന്ന ധാരണയാണ് ഇതിന് പിന്നിലെന്നും ദേവർകോവിൽ. PMA സലാമിനെതിരെ INL സംസ്ഥാന പ്രസിഡന്റ് അഹമ്മദ് ദേവർകോവിൽ. ലീഗ് സമസ്ത ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തുന്ന ഛിദ്രശക്തി PMA സലാമെന്ന് ദേവർകോവിൽ. ലീഗിന്റെ ഔദ്യോഗിക പദവികൾ ഉപയോഗിച്ച്
സമസ്തയെ നശിപ്പിക്കാനിറങ്ങിയ സുന്നി വിരുദ്ധനെന്നും വിമർശനം. ഓഹരി വിപണിക്ക് പ്രതീക്ഷയേകി എക്സിറ്റ് പോൾ ഫലങ്ങൾ. ബി.ജെ.പിക്ക് അനുകൂലമായ ഫലം വിപണിയിൽ കുതിച്ചുചാട്ടമുണ്ടാക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ. വലിയ ഭൂരിപക്ഷം ലഭിച്ചാൽ നിഫ്റ്റി പുതിയ റെക്കോർഡ് കുറിക്കുമെന്നും നിരീക്ഷണം. ക്യാബിൻ ക്രൂവിനെ ഉപയോഗിച്ചുള്ള സ്വർണ്ണക്കടത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ. സുഹൈൽ താനലോട് എയർ ഹോസ്റ്റസുമാരെ ഉപയോഗിച്ച് കടത്തിയത് 1 കോടിയോളം രൂപ മൂല്യമുള്ള വിദേശ കറൻസി കടത്ത് കൊടുവള്ളി സ്വദേശി ബാബുവിന് വേണ്ടി. വിദേശ കറൻസി കൈമാറിയിരുന്നത് കൊച്ചിയിലെ മാളിൽ വെച്ചെന്നും സുഹൈൽ. മാങ്ങ പറിക്കുന്നതിനിടെ ഷോക്കേറ്റ് മരണം. അപകടം തൃശൂർ വെങ്കിടങ്ങിൽ. മരിച്ചത് ബംഗാൾ സ്വദേശി ഹമറുള്ള ഹാരിസ്. മാങ്ങ പറിക്കുന്നതിനിടെ തൊട്ടടുത്ത വൈദ്യുതി ലൈൻ കമ്പിയിൽ നിന്നും ഷോക്കേൽക്കുകയായിരുന്നു. വാൽപ്പാറയിൽ കാട്ടാനാക്രമണത്തിൽ വിദ്യാർത്ഥി കൊല്ലപ്പെട്ടത് പുതുക്കാട് സ്വദേശി മുകേഷ്. പുതുക്കാടിന് സമീപത്ത് വെച്ചാണ് ആക്രമണമുണ്ടായത്. നോർവേ ചെസ്സിൽ ഉജ്ജ്വല പ്രകടനവുമായി ഇന്ത്യൻ കൗമാര താരം പ്രജ്ഞാനന്ദ. 5ാം റൗണ്ടിൽ ലോക 2ാം നമ്പർ താരം ഫാബിയാനോ കരുവാനിയെ തോൽപ്പിച്ചു. മിന്നും ജയം 1ാം നമ്പർ താരം മാഗ്നസ് കാൾസനെ 3ാം റൗണ്ടിൽ അട്ടിമറിച്ചതിന് പിന്നാലെ.